ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണ്? നോമ്പുതുറ വിശേഷങ്ങൾ ഗൈസ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മൾ മല്ലിപ്പൊടി ഫസ്റ്റ് തന്നെ മല്ലിപ്പൊടി നമ്മൾ വറുത്ത് വെക്കുകയാണ്. മല്ലിപ്പൊടി എന്തിനാണ് വറുക്കുന്നത് വെച്ചാൽ നമ്മൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറേ ദിവസമായി ഞാൻ പറയുന്നത് ചിക്കൻ കറി ഉണ്ടാക്കി തരൂ, ചിക്കൻ കറി നമുക്ക് ദിവസം ഉണ്ടാക്കുന്നതാണല്ലോ. ചിക്കൻ കറിയല്ല, എന്തായിരുന്നു, വട്ടുപതി ഉണ്ടാക്കി തരൂ. പക്ഷേ ഉണ്ടാക്കി തരുന്നുണ്ടായില്ലേ, കാരണം കുറച്ച് ദിവസം കഴിയട്ടെ, നാളെ മറ്റന്നാൾ അങ്ങനെ പറഞ്ഞു പോകുന്നു. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും ഉണ്ടാക്കാൻ പോകുന്നത് വട്ടുപത്തിരിയും ചിക്കൻ കറിയാണ് ഗായ്സ്. നല്ല വറുത്തരച്ച ചിക്കൻ കറിയും വട്ടുപത്തിരിയുമാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ മല്ലിപ്പൊടി വറുത്തിച്ചു ആൻഡ് ഒരു കുക്കർ എടുത്തു. എന്നിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ചൂടായി വന്നിട്ട് അതിൽ കുറച്ച് കറിവേപ്പില ഇട്ടു. പിന്നെ എന്താണ് 3 വലിയ സവാള ഇട്ടു. എന്നിട്ട് പിന്നെ അളക്കുക. ഇതന്നെ പണി, വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അളക്കണത്. ഓക്കെ ഗായ്സ്. അപ്പോൾ നമ്മൾ എന്താണ് കുറച്ച് ഉപ്പ് ഇട്ടു, ചെറിയ സംശയമില്ലാതില്ല, ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ ചിക്കൻ. നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ ചിക്കൻ മസ്റ്റാണ് ഗൈസ്. ചിക്കൻ ഇല്ലാത്തൊരു ചിക്കൻ കറി എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്, വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ കൊടുക്കുമ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ചിക്കൻ എടുക്കാൻ. അല്ലെങ്കിൽ നമുക്കതിൽ ചിക്കൻ വൃത്തിയില്ലെങ്കിൽ ഒന്നുമില്ല, ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. ടേസ്റ്റ് ചിലപ്പോൾ കൂടിയെന്ന് വരുന്നുള്ളൂ, പക്ഷെ കുറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് ഹെൽത്തിയാണ് നല്ലത്. അപ്പം നമ്മൾ കുറച്ച് ടൊമാറ്റോ എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഒരു 3 ഒരു ഗ്രീൻ ചില്ലി 3 എടുത്തിട്ടുണ്ട്. പിന്നെയും എൻ്റെ താത്തമ്മക്ക് കറിവേപ്പില പോരാ പണ്ട് കുറച്ചും കൂടി കറിവേപ്പില ഇട്ടിട്ടുണ്ട്, അത് സ്വാഭാവികം. ആൻഡ് പിന്നെ നമ്മൾ അത് അളക്കുക. എന്താ ഇപ്പോൾ അളക്കുന്നത്? ഞാനിപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, അതാണ് ഇത്ര ക്യൂരിയോസിറ്റി. പിന്നെ അത് ഇളക്കിയിട്ട് പിന്നെ അത് സോട്ടായി വരുമ്പോൾ നമ്മൾ കുറച്ച് തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 3 പച്ചമുളക് 3-4 പച്ചമുളക് കേട്ടോ, ഇവിടെ പിന്നെ 3 പച്ചമുളകേ ഉള്ളൂ ഗായ്സ്. ആൻഡ് പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. എൻ്റെ പിന്നെ അളക്കുക. എന്തപ്പോൾ അളക്കണോട് ചോദി ഓക്കെ സാറില്ല ആക്കുക. പിന്നെ ഞാനല്ല അളക്കണത്, വേറെ കാര്യം തത്തമ്മേനെ അളക്കണം, എടുക്കുക വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാ കയ്യിൽ എല്ലാത്തിലും ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഞാനും അളക്കണമൊക്കെ ഉണ്ടാകും. നിങ്ങൾ കാണാതെ പോകരുത് കേട്ടോ, വരുന്നതായിരിക്കും. ആൻഡ് അത് ഒന്നും കൂടി എന്താണ് ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി തക്കാളി വേണം. എന്താ പിന്നെ നമുക്ക് തികയുന്നില്ല തത്തമ്മക്ക്. ആൻഡ് നമ്മൾ ഫസ്റ്റ് വറുത്ത് വെച്ച മല്ലിപ്പൊടി ഇട്ടിട്ട് മല്ലിപ്പൊടി ഇടുകയാണ്. എന്നിട്ട് ഇപ്പോഴാണ് ഇതിൻ്റെ അളക്കൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ ഗൈസ്. ആൻഡ് മല്ലിപ്പൊടി ഇട്ടു. വറുത്ത മല്ലിപ്പൊടി ഇടുകയാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അല്ലെങ്കിൽ പച്ച മല്ലിപ്പൊടി ഇടുകയാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഞങ്ങളിവിടെ വറുത്ത മല്ലിപ്പൊടിയാണ് ഇടുന്നത് ഗൈസ്. ഇതാണ് എൻ്റെ അളക്കൽ. ഇത് ഞാനാണ് അളക്കുക, നിങ്ങൾ കാണാതെ പോകരുത്. എങ്ങനെയുണ്ട് എനിക്ക് അളക്കാനൊക്കെ? അല്ലെങ്കിൽ ഞാൻ പണ്ടേ പുലിയാണെന്ന് അളക്കാനൊക്കെ നിങ്ങൾക്കൊന്നും നിങ്ങൾ അറിയാതെ പോകരുത് കേട്ടോ. അപ്പം ഞാനൊക്കെ വെച്ചാലും എല്ലാം അളക്കുകയൊക്കെ ചെയ്യും. പിന്നെ വീട്ടിൽ പിന്നെ അടുക്കള കയറ്റത്തോണ്ടാണ്, അല്ലെങ്കിൽ ഞാനൊക്കെ പുലിയാണെന്ന് പിന്നെ കയറ്റില്ല കേട്ടോ. വേറെ കാര്യം കയറ്റത്തോണ്ടാണ്, അല്ലെങ്കിലൊക്കെ ഞാനൊക്കെ എന്താ ഉണ്ടാക്കുക നിങ്ങൾക്കൊന്നും പറഞ്ഞു പറ്റില്ല. പുതിയ ഡിഷസൊക്കെ നമ്മൾ പുറത്ത് കേരളത്തിൽ പുതിയ ഡിഷസൊക്കെ ഇറങ്ങും, അതുകൊണ്ടാണ് എൻ്റെ അമ്മ എന്നെ ഉള്ളിൽ കയറ്റാത്തത്. പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് മതി, നമ്മൾ എരിവ് കൂടണ്ട, കുറച്ചിട്ടോ കുഴപ്പമില്ല, എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇടാം. അതിന് കുറച്ച് മുളക് പൊടി ഇട്ടു. ഇപ്പോഴൊന്നും ഇങ്ങനെ അളക്കൽ കഴിഞ്ഞിട്ടില്ല ഗൈസ്. ആൻഡ് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ചിക്കൻ മസാല അല്ലേ, അപ്പോൾ മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. മഞ്ഞപ്പൊടി ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സാധനം തന്നെ ഞാൻ. ആൻഡ് അളക്കുക. കുറച്ച് അളക്കാനൊക്കെ കുറച്ച് പണിയാണ്, കാരണം ഇങ്ങനെ അളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കണ്ടിന്യൂസ്ലി. പിന്നെ ഇത് ഞങ്ങളുടെ വീട്ടിൽ ചിക്കൻ മസാലയൊക്കെ അങ്ങനെ ചിക്കൻ്റെ കോഴിയുടെ ചിത്രമൊക്കെ ഉള്ളൊരു ഇതാണ് കേട്ടോ. പിന്നെ ചിക്കൻ മസാല ഇട്ടിട്ട് പിന്നെ അളക്കന്നെ. പിന്നെ ഞാനാണ് അളക്കണമെന്നൊന്നും കൂടി അറിയാൻ വേണ്ടിയിട്ട് ഞാൻ തത്തമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കല്ലേ. അപ്പം ഞാൻ തിരി തത്തമ്മ എനിക്ക് വീഡിയോ പിടിച്ച് തരുമുണ്ട്, തത്തമ്മക്ക് വീഡിയോ പിടിച്ചു ഗൈസ്. വീഡിയോ പിടിച്ച് തന്നിട്ടുണ്ട്. പക്ഷേ ഓക്കെ. അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഗൈസ്. നല്ല ഭംഗിയുണ്ട്, കാരണം നല്ല മിക്സ് ആക്കിയിട്ട് നല്ല എന്താ പറയുക, നല്ല യോജിപ്പിച്ചിട്ടുണ്ട്. ഇത് ആരാണ് അളക്കുന്നത് എന്ന് വെച്ചാൽ ഇതാരായിരുന്നു? ഞാനാണോ? ഇത് ഞാൻ കേട്ടോ അളക്കുന്നത്. അപ്പോൾ അത് എൻ്റെ ഡ്രസ്സ് കണ്ടു. അപ്പം ഞാൻ വെളുത്തുള്ളി ഇഞ്ചി എന്നുള്ളവ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ അളക്കുകയാണ് ഗൈസ്. അളക്കാം പിന്നെയും അളക്കണം. അപ്പം പിന്നെ ഇതെന്താണ്, വെളുത്തുള്ളി ഇഞ്ചി, പിന്നെ എന്തായാലും
കുരുമുളക്, എന്താ വലിയ ജീരകം, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ചിക്കൻ കറി. എനിക്ക് പിന്നെ അറിയില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടതെന്ന്. അറിയാത്തവരുണ്ടാവില്ല അല്ലേ. പിന്നെ നമ്മൾ എന്താണ് ചിക്കൻ ഇടുകയാണ്. ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറി എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല. അപ്പം നമ്മൾ ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പം ആണെങ്കിൽ കഴിയാൻ പ്രത്യേകിച്ച് ചിക്കനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചിക്കൻ കഴുകി വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അതിന് നമ്മൾ കഴുകി വെച്ചത് ഇട്ട് കൊടുത്തു. കുറച്ചും കൂടി ഇട്ടിട്ട് ഇതൊന്ന് കുറച്ചിട്ടിങ്ങനെ. ഓക്കെ, കുറേ ഉണ്ട് ഗൈസ്, ഇത്രയൊക്കെ ഉണ്ട് ഗൈസ് ചിക്കൻ. അപ്പോൾ അത് അത്രയും നമ്മൾ ചിക്കൻ നമ്മൾ ഇട്ടിട്ടുണ്ട്. ആൻഡ് ഒന്നുകൂടി അതിന് മിക്സ് ആക്കുക, എന്താ പറയുക, അത് യോജിപ്പിച്ച് ചിക്കനും മസാല ഇട്ട് വേറെ കിട്ടാൻ പാടില്ല. ചിക്കൻ എടുത്ത മസാലയും കിട്ടണം, മസാല എടുത്ത ചിക്കനും കിട്ടണം. അങ്ങനെ വേണം നമ്മൾ അളക്കാൻ, അത്രയും യോജിപ്പിക്കണം എന്നർത്ഥം. അപ്പോഴും എൻ്റെ ആൻറ്റി വന്നിട്ട് നമ്മൾ വട്ടുപത്തിരിക്കുള്ള തേങ്ങ എന്താ പറയുക, ഇങ്ങനെ ചിരവിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ തത്തമ്മക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതിൽ കുരുമുളക് പൊടിയും മല്ലിയിലയും പിന്നെ കുറച്ച് ഒക്കെ ഇട്ടിട്ടാണ് പിന്നെ യോജിപ്പിക്കൽ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മസാല എടുത്ത ചിക്കനും ചിക്കൻ എടുത്ത മസാലയും കിട്ടണം, അത്രയും യോജിപ്പിക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മളിങ്ങനെ യോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇനി എന്താ വേണ്ടത്? യോജിപ്പിക്കുക. എന്തല്ലേ ഇതിങ്ങനെ ഇളക്കിയിട്ട് കൈ വേദനിക്കില്ലേ? എനിക്ക് നല്ല സംശയമുണ്ട്. പിന്നെ ഞാനിത് അങ്ങനെയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് കുറേ സമയത്തിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കറക്റ്റ് ആ ഒരു ഓർഡറിൽ തന്നെ വന്നോട്ടെ എന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് വിട്ടതാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നല്ല വരേണ്ടത് കേട്ടോ. അപ്പം ഗായ്സ് ഞാനിവിടെ എന്തായിരുന്നു നമ്മൾ ചിക്കൻ കറിയിലേക്കുള്ള ഉള്ളിയൊക്കെ ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ ഒഴിക്കാൻ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ കറി വറുത്തരച്ചതാണെന്ന്. ബട്ട് എന്താ വെച്ചാൽ എനിക്ക് അവിടെ കുറച്ച് പണികളുണ്ടായിരുന്നു. ഞാനൊക്കെ പണിയെടുക്കും കേട്ടോ. പിന്നെ നോമ്പൊക്കെ അതിൻ്റെ പരീക്ഷണങ്ങളൊക്കെ ഉണ്ട്. ജ്യൂസായിരുന്നു എൻ്റെ പരീക്ഷണം ഇന്നത്തേത്. അപ്പോൾ ഇതാണ് നമ്മൾ വറുത്തൊക്കെ അരച്ചു കഴിഞ്ഞു. ഞാൻ കണ്ടില്ല ഗൈസ്, കാണാത്തത് കൊണ്ട് അല്ലെങ്കിൽ കണ്ടേനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നെ. ഇപ്പോൾ വറുത്തരൊക്കെ ആരാ പറയത്ത്, തേങ്ങയുടെ വറുക്കുക, മിക്സിയിലിട്ടാണ് അടിക്കുക. കുറച്ച് മതി കേട്ടോ, കൂടുതലിട്ടാൽ നമുക്ക് വട്ടുപത്തിരിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ നോമ്പൊക്കെയായതുകൊണ്ട് നമ്മൾ വറുത്തരയ്ക്കാത്ത ചിക്കൻ കറിയും നമുക്ക് സുഖം ഉണ്ടായില്ല പറഞ്ഞിട്ട് കുറച്ച് തേങ്ങ എടുത്ത് അരച്ചിട്ടു. അപ്പോൾ അതാണ് നമ്മുടെ ചിക്കൻ കറി ഗൈസ്. ഇപ്പോഴും നല്ല ഗൈസ്, നമ്മൾ ആ ഉള്ളി വാട്ടിയിട്ട് ചിക്കൻ ഇടൂല, അപ്പം തന്നെ മണം കാണും, വെരി നൈസ്. പിന്നെ ചിക്കൻ കറി ഉണ്ടായാൽ പിന്നെ പറയും വേണ്ട. ഇവിടെ സ്വത്തുട്ടിക്ക് നോമ്പുണ്ടായിരുന്നു ഗൈസ്. അവന് പറയുകയായിരുന്നു എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് പറഞ്ഞല്ലോ. ഓക്കെ, എന്താ പറഞ്ഞാൽ ബാങ്ക് ഒന്ന് കൊടുത്താൽ മതിയായിരുന്നു. അപ്പം അത്രയും നല്ല ഡിലീഷ്യസ് ആയ ചിക്കൻ കറിയാണ് ഗൈസ് നമ്മുടേത്. ഗൈസ് എൻ്റെ ഉമ്മ ഇവിടെ കുറച്ച് വട്ടുപത്തിരിക്കുള്ളത് വാട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുത്തുന്ന സാധനം കൊണ്ടാണ് കുത്തുന്നത് ഗൈസ്. കുത്തുന്ന കാണുകൊണ്ട് കുത്തിയിട്ട് നമ്മൾ അപ്പം തന്നെ എൻ്റെ അത്തമ്മ അത് പൊരിച്ചെടുത്തു ഗൈസ്. ഒന്നുമല്ല ഗൈസ്, വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. ഞാൻ വീഡിയോ എടുക്കാൻ കുറേ വിചാരിച്ചു, പക്ഷേ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി ഗൈസ്. മറന്നുപോയി. അതുകൊണ്ടാണ് പിന്നെ ഞാനവിടെ വേറൊരു സംഭവം ഉണ്ടാക്കായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കേണ്ട കാര്യം ഞാനല്ല എടുത്തിട്ടുണ്ടായിരുന്നു, അത് സ്വത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവന് ഞാൻ വിചാരിച്ചു, പക്ഷെ അവന് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഗായ്സ്. അതുകൊണ്ടാണ് ഗായ്സ്. അപ്പോൾ അതേ ടൈമിൽ എൻ്റെ ആൻറ്റി ഇവിടെ കുറച്ച് നല്ല അടിപൊളിയായിട്ടുള്ള നെയ്സ് പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ മെയിൻ കോഴ്സ് എന്ന് പറയുന്നത് വട്ടുപത്തിരിയും നെയ്സ് പത്തിരിയായിരുന്നു. ആർക്കൊക്കെ ഇഷ്ടമാണ് വട്ടുപത്തിരിയും നെയ്സ് പത്തിരിയും ഒക്കെ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വട്ടുപത്തിരി, നെയ്സ് പത്തിരി ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്ക് വട്ടുപത്തിരി നല്ല ഇഷ്ടമാണ് ഗൈസ്, നല്ല ഇഷ്ടമാണ് വട്ടുപത്തിരി, അത്ര ഇഷ്ടമാണ് എനിക്ക്. ആൻഡ് ഞാൻ ഉണ്ടാക്കിയ ഷമാം ജ്യൂസ് ഞാനും സ്വത്തൂട്ടിയാണ് ഉണ്ടാക്കിയത്. ഇത് പറയാൻ പറ്റില്ല, പറ്റും. അപ്പോൾ അവനൊക്കെയാണ് മധുരമൊക്കെ ഇട്ടത് ഗൈസ്. അപ്പം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചാൽ, ഇതിനു മുമ്പ് ഇതിലൊരു മുക്കാലെന്തോ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇതിന് മുമ്പത്തെ ദിവസം ഞങ്ങൾ അടിക്കാൻ നിന്നു, അപ്പോൾ അത് പഴുത്തിനായില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ചെടുത്താൽ മതി വേണ്ടി കുറച്ചെടുത്തിട്ടാണ് ജ്യൂസ് അടിച്ചത്. അപ്പോൾ എന്തായാലും ജ്യൂസ് അടിക്കാൻ വിചാരിച്ചു, കാരണം ടേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നല്ല പഴുത്ത് വെച്ചിട്ട് അടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ വെച്ചാൽ വെറും ഷമാം എടുത്തിട്ട് ഫസ്റ്റ് ബ്ലെൻഡറിലിട്ടിട്ട് നന്നായിട്ടാണ് അടിപൊളിയായിട്ട് നല്ലുണ്ട് എന്താ പറയുക, നല്ല ജ്യൂസായിട്ട് അങ്ങോട്ട് അടിച്ചെടുത്തു. ഒന്നും ചേർത്തില്ല കേട്ടോ, പാലൊന്നും ചേർത്തില്ല. പിന്നെ ഞാൻ കുറച്ച് ഷമാം ജ്യൂസ് എടുത്തിട്ട് 2-3 സ്പൂൺ ഉണ്ടാവുള്ളൂ കേട്ടോ. അതും എടുത്തിട്ട് അതിലേക്ക് പാലൊഴിച്ചു. ആൻഡ് ഇതാണ് അവൻ്റെ ജോലി ഗൈസ്, പാലൊഴിക്കാൻ. അവൻ്റെ അത്ത അതുപോലെ പാലൊഴിക്കാൻ എനിക്കൊന്നും കഴിയില്ല ഗൈസ്. അപ്പോൾ അതിന് പിന്നെ പാലൊഴിച്ചു. പിന്നെ ഇത് ദീസോത്തുട്ടി അവന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ നോക്കിയതാണ്, ബട്ട് അവനക്ക് ചെയ്യാൻ പറ്റില്ല ഗൈസ്. പിന്നെ ഞാനാണ് ചെയ്തെടുത്തു, പിന്നെ പാവമല്ലേ. അപ്പോൾ അവൻ പറഞ്ഞു എന്നാൽ എനിക്ക് വേറെ എന്തെങ്കിലും മതി പറഞ്ഞിട്ട് ഇത് ഞാൻ വെറുതെ ചെയ്താണ്, ഇത് അവനാണ് ചെയ്തത്.
ചെയ്തത്. കാരണം അവന് പറഞ്ഞ എന്തെങ്കിലും എനിക്ക് മുറിക്കണം വേണ്ട, അവനാണ് ഇത് മുറിച്ചത്. ഞാൻ വെറുതെ വീഡിയോ കണ്ടു മുറിച്ചത്. പക്ഷേ മറ്റതൊക്കെ ഞാനാണ് മുറിച്ചത് കേട്ടോ. ആൻഡ് അതാണ് ഇത്രയൊക്കെയുള്ളൂ ഞങ്ങൾ നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ്. ആൻഡ് ഞങ്ങൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇതായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ ഓറഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു, മുന്തിരി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വീഡിയോയിൽ എടുത്താൽ വേണ്ടി മറന്നു ഗൈസ്. അതാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ പൊരിപ്പ് ഐറ്റംസ് ഒന്നും വെക്കാറില്ല, കാരണം ആരും ഇങ്ങനെ കഴിക്കാറില്ല ഈ ടൈമിൽ. അതൊക്കെ ഹെൽത്തി അല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ കോഴ്സ്. അല്ല അടിപൊളി വറുത്തരച്ച ചിക്കൻ കറി, വട്ടുപത്തിരി, നെയ്സ് പത്തിരി. ഈ കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.